when we get powerful nations to our small country that is also looking to strengthen ties with us, it is our job to try to ask questions. I know that your Prime Minister does not like to take questions, but it was my duty to ask. ഹായ് ഫ്രണ്ട്സ്, 2026 മെയ് മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശനത്തോടെ അന്താരാഷ്ട്ര നയതന്ത്ര ലോകം ഒട്ടാകെ ഒരു വലിയ ചർച്ചയ്ക്ക് വേദിയായിരിക്കുകയാണ്. ഈ ചർച്ചകളുടെ കേന്ദ്രബിന്ദു മറ്റാരുമല്ല, ഹെല്ലെ ലാങ്സ്വെൻസൺ എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തകയാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, പാശ്ചാത്യ കൊളോണിയൽ മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വലിയ ഭൗമരാഷ്ട്രീയ സംവാദങ്ങൾക്കാണ് ഇവരുടെ ഒറ്റ ഇടപെടൽ വഴിവെച്ചിരിക്കുന്നത്. ആരാണ് ഹെല്ലെ ലാങ്സ്വെൻസൺ? എന്താണ് നരേന്ദ്രമോദിയുമായുള്ള നയതന്ത്ര വിവാദങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ? നമുക്ക് പരിശോധിക്കാം. നോർവേയിലെ ഏറ്റവും പ്രമുഖരായ യുവ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഹെല്ലെ ലാങ്സ്വെൻസൺ. നിലവിൽ ഓസ്ലോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡാഗ്സ്വിസൺ എന്ന പ്രശസ്തമായ പത്രത്തിൽ രാഷ്ട്രീയ കമന്റേറ്ററാണ് അവർ. ഇതിനു മുമ്പ് നെറ്റാവിസൺ എന്ന സ്ഥാപനത്തിൽ 4 വർഷത്തോളം റിപ്പോർട്ടറായും തുടർന്ന് US കറസ്പോണ്ടന്റായും അവർ മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരൊറ്റയാൾ കൂടിയാണ് ഹെല്ലെ. കേവലം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഹെല്ലയുടെ രീതി. മാധ്യമ ധാർമ്മികതയിലൂടെ പത്രപ്രവർത്തകരുടെ അവകാശങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്. നോർവേജിയൻ പ്രസ് കംപ്ലയിൻസ് കമ്മീഷന്റെ അഥവാ PFUവിന്റെ ശക്തമായ ഇടപെടലുകൾക്കായി മാധ്യമപ്രവർത്തകരുടെ ഒപ്പുശേഖരണം നടത്തുന്നത് പോലുള്ള സജീവമായ പ്രവർത്തനങ്ങളിൽ അവർ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് അവരുടെ മാധ്യമ നയം. എന്നാൽ ഈ യുവ മാധ്യമപ്രവർത്തക ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് 2026 മെയ് മാസത്തിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക നോർവേ സന്ദർശന വേളയിൽ ഉണ്ടായ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് ഹെല്ലയെ വാർത്തകളിൽ നിറച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും മുൻനിർത്തി അവർ ഉയർത്തിയ കടുത്ത ചോദ്യങ്ങളും നിലപാടുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കൊളോണിയൽ മനോഭാവവും ഏഷ്യൻ രാജ്യങ്ങളുടെ പരമാധികാരവും തമ്മിലുള്ള ഒരു വലിയ സംവാദത്തിനാണ് ഇത് പിന്നീട് തിരികൊളുത്തിയത്. ഇന്ത്യയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും പ്രമുഖ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയുണ്ടായി. ഇത് ആദ്യമായിട്ടല്ല ഹെല്ലയുടെ ചോദ്യങ്ങൾ ലോക നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ ഏറ്റവും കടുത്ത ഭാഷയിലാണ് ഹെല്ലെ വിമർശിച്ചിട്ടുള്ളത്. അവരുടെ ഒരു ലേഖനത്തിന് നൽകിയ ഫക്ക് യു ട്രംപ് എന്ന തലക്കെട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങളും ഇറക്കുമതി നികുതികളും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ തകിടം മറിക്കുമെന്നും അത് നോർവേയിലെ പലിശ നിരക്കുകളെ എങ്ങനെ ബാധിക്കുമെന്നും അവർ കൃത്യമായി വിശകലനം ചെയ്തു. ഇതോടൊപ്പം ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയായ മാറേ ലോഗോയിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും അവർ ധീരമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ആഗോള സാന്നിധ്യത്തെയും വികസന മാതൃകകളെയും ഹെല്ലെ ശക്തമായി എതിർക്കുന്നു. ചൈനയെ ഒരു പുതിയ സൂപ്പർ പവറായി വിശേഷിപ്പിച്ച അവർ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ അഗ്രസീവായ തീരുമാനങ്ങളെ എപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ലേഖനങ്ങൾ പലതും ചൈനീസ് മാധ്യമങ്ങളുടെ വലിയ വിമർശനങ്ങൾക്കും ആക്രോശങ്ങൾക്കും വഴിവെക്കുകയുണ്ടായി. സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയായ യോനാസ് ഗർ സ്റ്റോറിന്റെ മാധ്യമ നയങ്ങളെ പോലും ഹെല്ലെ വെറുതെ വിട്ടിട്ടില്ല. 2026 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേ സന്ദർശിച്ചപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അനുവാദം നൽകാതിരുന്ന സ്റ്റോറിന്റെ തീരുമാനത്തെ അവർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആഗോള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഹെല്ലെ ലാങ്സ്വെൻസൺ എന്ന പേര്. ഈ നയതന്ത്ര വിവാദത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.